ഞാനടക്കം പല ആളുകൾ സ്തോത്രാഴ്ച എന്ന് പറയുമ്പോൾ ഇങ്ങനെ തപ്പും, ഇങ്ങനെ ഏതെങ്കിലും പോക്കറ്റിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിടാം. നിശ്ചയിച്ചതുപോലെ ഒരു തീരുമാനത്തോട് വേണം കൊടുക്കാൻ. നിങ്ങൾക്ക് സന്തോഷത്തോടെ ഇടാൻ 50 ഉള്ളെങ്കിൽ അത് ഇട്ടാൽ മതി. ഇൻറ്റൻഷൻ ഇല്ലാതൊരു കാര്യം ചെയ്യരുത്. പണ്ട് കാർ ഓടിക്കാൻ അറിയാതിരുന്ന കാലത്ത് കാറിൽ കയറിയിരുന്ന ആദ്യം ചെയ്യുന്നത് ഗിയർ പിടിച്ച് തിരിക്കും. അതെന്തിനാ തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, അത് ഓടിക്കുന്ന ആൾക്കാർ ഇത് തിരിക്കുന്നത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ തിരിക്കുക എന്നുള്ളതാണ്. ഓടിക്കുന്ന ആൾക്കാർ വെറുതെ അല്ല തിരിക്കുന്നത്, ഓരോ ഗിയറിനും ഒരു ഉദ്ദേശമുണ്ട്, ഉദ്ദേശത്തിലാണ് തിരിക്കുന്നത്. ഇങ്ങനത്തെ പള്ളി വന്നാൽ ഇടയ്ക്ക് അവരിങ്ങനെ പിരിവെടുക്കും. അപ്പം എന്തെങ്കിലും ഒരു പിരിവ് കൊടുക്കണം. ആ അർത്ഥത്തിൽ കൊടുത്താൽ ഒരു ഗുണം ഉണ്ടാകുകയില്ല. ഈ കൊടുപ്പിനൊരു ഉദ്ദേശമുണ്ട്, അത് നിന്നെ അനുഗ്രഹിക്കുക എന്ന ഉദ്ദേശമാണ്. വിധവയോട് പറഞ്ഞു, എനിക്കൊരല്പം ആട കൊണ്ട് തരണം. ആരാ പറയുന്നത്? ഉപദേശി. ഇന്നായിരുന്നേ പറഞ്ഞതിൻ്റെ തനിക്ക് ഇത്രയും തടിയും മണ്ണൊക്കെ ഉണ്ടല്ലോ, തനിക്ക് നാണമുണ്ടോ ആത്മഹത്യ ചെയ്യാൻ പോകുന്നൊരു സ്ത്രീയുടെ അട ചോദിക്കാൻ എന്നല്ലേ ചോദിക്കുള്ളൂ. പക്ഷേ ആ കൊടുപ്പിൽ ആ വീട്ടിൽ നിന്ന് ആത്മഹത്യ മാറിപ്പോയി. പറയാണ്, ബ്രിങ് മീ ഫസ്റ്റ് എ മോർസൽ. നിങ്ങൾ കഴിച്ചിട്ട്, ഞാൻ അന്ന് പറഞ്ഞതിനെ, നിങ്ങൾ കഴിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടല്ലോ ഒരു ഇച്ചിര. അതിവനെയും കൊണ്ട് അങ്ങനെ പറയുന്ന വിശപ്പുണ്ടെങ്കിലും. പക്ഷേ ഏലിയാവ് പറയാണ്, ആദ്യം എനിക്ക് തരിക, എന്നിട്ട് കഴിച്ചാൽ മതി. വിധവ എങ്ങനെ ഏത് മനസ്സോടാ കൊണ്ട് കൊടുത്തതെന്നൊന്നും നമുക്കറിയത്തില്ല. ഉപദേശി ആയതുകൊണ്ട് ചോദിച്ചും പോയി കൊടുക്കാതിരിക്കാനും ഒക്കെയല്ല. കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി ഭരണി കഴുകാനായിട്ട് പോയതായിരിക്കും. നോക്കുമ്പോൾ ഭരണി നിറച്ചും മാവ. ദൈവത്തിൻ്റെ പദ്ധതി ഇങ്ങനെ. ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, വിധവ ഏലിയാവിനെയാണോ രക്ഷിച്ചത്, ഏലിയാവ് വിധവയാണോ രക്ഷിച്ചത്?